നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ആശാ വർക്കർമാർക്ക് ചിറ്റൂർ നഗരസഭ പ്രതിമാസം 2000 രൂപ നൽകും. തനത് ഫണ്ടിൽ നിന്ന് വേതനം അനുവദിക്കുന്നതിനുള്ള പ്രമേയം നഗരസഭാ കൗൺസിൽ പാസാക്കി. കേരളത്തിൽ ആദ്യമായി ഈ തീരുമാനമെടുക്കുന്നത് ചിറ്റൂർ നഗരസഭ. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിൽ തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. ജനങ്ങളുടെ കൂടി അഭിപ്രായം അറിയുന്നതിനായി ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് സർവകക്ഷി യോഗം ചേരാൻ തീരുമാനിച്ചതായും ചെയർപേഴ്സൺ പി നിർമ്മല. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിൽ പൊതുസ്ഥലത്ത് മലിനജലം ടാങ്കറിലെത്തിച്ച് ഒഴുക്കിവിട്ടവർക്കെതിരെ നടപടി. 6 ലക്ഷം രൂപ പിഴ ചുമത്തി നഗരസഭ എൻഫോഴ്സ്മെന്റ്. തുടർന്നും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ. ലക്കിടിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് റെയിൽവേ അറ്റകുറ്റപ്പണികൾക്കായി വ്യാഴാഴ്ച രാവിലെ 5:30 മുതൽ 9:30 വരെ ഗേറ്റ് അടച്ചിടുമെന്ന അറിയിപ്പ് ഉണ്ടായിട്ടും ഗേറ്റ് അടച്ചില്ല. ഗേറ്റ് അടച്ചിടുമെന്ന അറിയിപ്പിനെ തുടർന്ന് കിലോമീറ്ററോളം ചുറ്റിയാണ് വാഹനങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. വ്യാജ അറിയിപ്പുകൾ ഇത് 2ാം തവണ ജനങ്ങൾ പ്രതിഷേധത്തിൽ. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് ബഹിഷ്കരിച്ച് UDF. പഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പ് CPIM പാർട്ടി പരിപാടിയായി എന്നും നേതാക്കൾ. മുൻ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും അവഗണിച്ചെന്നും ആരോപണം. പെർമിറ്റ് പുതുക്കിയില്ല. തൃശൂർ കോർപ്പറേഷന്റെ വാഹനത്തിനെതിരെ കേസെടുത്ത മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിന് പുക പരിശോധന സർട്ടിഫിക്കറ്റുമില്ല. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ആശാ വർക്കർമാർക്ക് പ്രതിമാസം 2000 രൂപ നൽകാൻ ചിറ്റൂർ നഗരസഭ. തനത് ഫണ്ടിൽ നിന്നും ആശാപ്രവർത്തകർക്ക് വേതനം അനുവദിക്കുന്നതിനുള്ള പ്രമേയം കൗൺസിൽ ഏകകണ്ഠേന പാസാക്കി. ചിറ്റൂർ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് ആശാ വർക്കർമാർക്ക് ധനസഹായം അനുവദിക്കുന്നതിന് സർക്കാർ അനുമതി ആവശ്യമാണ്. ഇത് സംബന്ധിച്ച അപേക്ഷയിൽ സർക്കാർ അനുമതി നൽകുന്ന മുറയ്ക്ക് ധനസഹായം അനുവദിക്കാനാണ് നഗരസഭാ തീരുമാനമെന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ അറിയിച്ചു. ആശാ വർക്കർമാര് വളരെ ഭാരിച്ച ജോലി ഭാരം അനുഭവിക്കുന്നവരാണ്. അവർക്ക് അവരുടെ ജോലി ഭാരത്തിനനുസരിച്ചുള്ള വേതനം ലഭിക്കുന്നില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് ചിറ്റൂർ തത്തമല നഗരസഭ അവർക്ക് പ്രതിമാസം 2000 രൂപ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ കൗൺസിൽ യോഗത്തിൽ ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. അതായത് തനത് ഫണ്ടിൽ നിന്ന് ചെലവാക്കാൻ സർക്കാരിന്റെ അനുമതി വേണ്ടതുകൊണ്ട് സർക്കാരിന്റെ അനുമതിക്കായിട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചു. വേതന വർധനവ് ആവശ്യപ്പെട്ട് കേരളത്തിലെ ഒരു വിഭാഗം ആശാപ്രവർത്തകർ നിരന്തരം സമരത്തിലാണ്. ആശമാരുടെ വേതന വർധനവിനായി മറ്റ് സംസ്ഥാനങ്ങളിൽ സമരം നടത്തുന്ന CITU കേരളത്തിൽ ഇതിന് വിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത്. UDF അധികാരത്തിൽ വന്നാൽ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉറപ്പു നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി ചിറ്റൂർ നഗരസഭയാണ് ആശമാർക്ക് ധനസഹായം വർദ്ധിപ്പിക്കാൻ പ്രമേയം അവതരിപ്പിച്ച് തീരുമാനമെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിൽ തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ നഗരസഭയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനം. ജനങ്ങളുടെ കൂടി അഭിപ്രായം അറിയുന്നതിനായി ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേകം സർവകക്ഷി യോഗം ചേരാനും തീരുമാനിച്ചു. സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് നഗരസഭ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത്. കോടതിയുടെ ഉത്തരവ് പ്രകാരം സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശവും അനുസരിച്ചാണ് ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിലെ തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച സർവകക്ഷി യോഗം ചേർന്നത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മലയുടെ അധ്യക്ഷതയിൽ കൗൺസിൽ ഹാളായിരുന്നു യോഗം. യോഗത്തിൽ ചെയർപേഴ്സണിന് പുറമെ വൈസ് ചെയർമാൻ VK അനുരാജ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഷൊർണൂർ ഗവൺമെൻറ് ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ ശ്രീഹരി, വെറ്റിനറി സർജൻ, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ P ശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികളുമായി നഗരസഭ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചതായി യോഗത്തിന് ശേഷം ചെയർപേഴ്സൺ പി നിർമ്മല STVയോട് പറഞ്ഞു. അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനും ജനങ്ങളുടെ കൂടി അഭിപ്രായം അറിയുന്നതിനും വേണ്ടി ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് സർവകക്ഷി യോഗം ചേരാനും തീരുമാനിച്ചതായി ചെയർപേഴ്സൺ പറഞ്ഞു. തെരുവുനായ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ABC സെന്ററുകളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർവകക്ഷി യോഗം ചെയ്യുകയാണ്. അതിൽ ഘടന പറയുന്നുണ്ട്. ചെയർപേഴ്സണും പിന്നെ നഗരസഭയുടെ സെക്രട്ടറി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, മറ്റ് വാർഡിലെ പ്രതിനിധികൾ, പിന്നെ ഓരോ രാഷ്ട്രീയ പ്രതിനിധികൾ അവരെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഘടന. ആ വിധത്തിൽ എല്ലാ വാർഡിലും യോഗം ചേർന്നുകൊണ്ട് സർവകക്ഷി യോഗം വിളിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് പൊതുവിലുള്ള മുനിസിപ്പാലിറ്റിയുടെ യോഗമാണ് നമ്മളോട് വിളിച്ചു ചേർത്തിട്ടുള്ളത്.
അപ്പോൾ ഞങ്ങൾ ശക്തമായിട്ടുള്ള തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണ്, തെരുവുനായനെ നിയന്ത്രിക്കണം എന്നുള്ള വിധത്തിൽ. നമ്മളിപ്പോൾ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി യോഗമാണ് ഇവിടെ ചേർന്നത്. അത് ABC സെൻറ്ററിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. വാർഡുകളിലെ സർവകക്ഷി യോഗത്തിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. ന്യൂസ് സെന്റർ ഷൊർണൂർ. ലക്കിടിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് റെയിൽവേ. ലക്കിടിയിൽ അറ്റകുറ്റപ്പണികൾക്കായി വ്യാഴാഴ്ച രാവിലെ 5:30 മുതൽ 9:30 വരെ റെയിൽവേ ഗേറ്റ് അടച്ചിടുമെന്ന് റെയിൽവേ അറിയിച്ചിരുന്നു. ഇതുമൂലം വാഹനങ്ങൾ കിലോമീറ്ററോളം ചുറ്റിയാണ് ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത്. റെയിൽവേ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇത് രണ്ടാം തവണയാണെന്നാണ് ആരോപണം. ജനങ്ങൾക്കിടയിൽ വ്യാപകമായ പ്രതിഷേധമുയർന്നിരുന്നു. വ്യാഴാഴ്ച രാവിലെ 5:30 മുതൽ 9:30 വരെ ലക്കിടി റെയിൽവേ ഗേറ്റ് അടച്ചിടുമെന്നായിരുന്നു റെയിൽവേയുടെ അറിയിപ്പ് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ലക്കിടി പാമ്പാടി റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ വഴിമാറി കിലോമീറ്റർ സഞ്ചരിച്ചാണ് എത്തേണ്ട ഇടങ്ങളിൽ എത്തിയത്. എന്നാൽ രാവിലെ മുതൽ ഗേറ്റ് അടച്ചിടുമെന്ന അറിയിപ്പ് നൽകിയ റെയിൽവേ അധികൃതർ ഗേറ്റ് അടച്ചതുമില്ല. ഇതുവഴി പോകേണ്ട സ്വകാര്യ ബസ്സുകളും യാത്രക്കാരും മറ്റു വാഹനങ്ങളും ഇതറിയാതെ റൂട്ട് മാറിയാണ് സർവീസ് നടത്തിയത്. ഏറെ വൈകിയാണ് ഗേറ്റ് അടച്ചിട്ടില്ലെന്ന വിവരം യാത്രക്കാരും വാഹന ഡ്രൈവർമാരും അറിയുന്നത്. റെയിൽവേ ഗേറ്റിന് കയ്യെത്തും ദൂരെയുള്ള ഐവർ മഠത്തിലേക്ക് പോലും മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നു. ഒരാഴ്ച മുൻപും ഗേറ്റ് അടച്ചിരുന്നുവെന്ന റെയിൽവേ അറിയിപ്പുണ്ടായിരുന്നെങ്കിലും ഗേറ്റ് അടച്ചിരുന്നില്ല. അന്നും യാത്രക്കാരും സ്വകാര്യ ബസ്സുകളും ദുരിതത്തിലായിരുന്നു. റെയിൽ പാളത്തിനടിയിൽ ചെറിയ മെറ്റൽ നീക്കി വലിയ മെറ്റലിടുന്ന പ്രവൃത്തികൾക്ക് വേണ്ടിയാണത്രേ 4 മണിക്കൂർ ഗേറ്റ് അടച്ചിരുന്നത്. എന്നാൽ അറിയിപ്പ് നൽകിയ ദിവസം പ്രവൃത്തി നടന്നതുമില്ല. ദിനംപ്രതി 800ഓളം തീവണ്ടികളാണ് ഈ വഴി കടന്നുപോകുന്നത്. നിലവിൽ റെയിൽവേ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ തീവണ്ടികൾ സമയം തെറ്റി പതുക്കെയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ അടിക്കടി ഗേറ്റ് അടച്ചിടേണ്ട അവസ്ഥയാണെന്നും ജീവനക്കാർ പറയുന്നു. റെയിൽവേയുടെ ഇത്തരം അറിയിപ്പിനെതിരെ വ്യാപക പ്രതിഷേധവും ജനങ്ങൾക്കിടയിൽ ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ പൊതുസ്ഥലത്തേക്ക് മലിനജലം ടാങ്കറിൽ കൊണ്ടുവന്ന് ഒഴുക്കിവിട്ടവർക്കെതിരെ കർശന നടപടിയുമായി നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. 50,000 രൂപയാണ് പിഴയായി ഈടാക്കിയത്. തുടർന്നും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ പൊതുസ്ഥലത്തേക്ക് മലിനജലം ടാങ്കറിൽ കൊണ്ടുവന്ന് ഒഴുക്കിവിട്ടവർക്കെതിരെയാണ് കർശന നടപടിയുമായി നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രംഗത്തെത്തിയത്. നഗരസഭയിലെ 4-ാം വാർഡിൽ ഉൾപ്പെട്ട സ്ഥലത്ത് മലിനജലം ഒഴുക്കിവിട്ടെന്ന പരാതിയെ തുടർന്ന് നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും ഷൊർണൂർ പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി കുറ്റക്കാരെ കണ്ടെത്തുകയായിരുന്നു. ഇവരിൽ നിന്നും 50,000 രൂപ പിഴ ഈടാക്കിയിട്ടുണ്ട്. പരിസര മലിനീകരണത്തിനും ജലസ്രോതസ്സുകളിലൂടെ കുടിവെള്ളം മലിനമാക്കുന്നതിനും കാരണമാകുന്നുവെന്ന് കണക്കിലെടുത്താണ് കർശന നടപടി സ്വീകരിച്ചത്. ഷൊർണൂർ നഗരസഭാ പരിധിയിൽ എൻഫോഴ്സ്മെന്റ് പരിശോധനകൾ തുടർന്നും കർശനമാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി PS രാജേഷ് അറിയിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് UDF ബഹിഷ്കരിച്ചു. പഞ്ചായത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് CPMന്റെ പാർട്ടി പരിപാടിയായി എന്നും നേതാക്കൾ ആരോപിച്ചു. മുതിർന്ന പ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും വെട്ടിനിരത്തി CPMന്റെ മാത്രം പരിപാടിയാക്കാനുള്ള നീക്കം ആരോപിച്ചായിരുന്നു UDF അംഗങ്ങൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. 20ഓളം വർക്കിംഗ് ഗ്രൂപ്പുകളാണ് സ്വാഭാവികമായിട്ട് ഇവിടെ പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു ചേർക്കാറ്. വരാൻ പോകുന്ന കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള വർക്കിംഗ് ഗ്രൂപ്പുകളാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാക്കാറ്. അത് എല്ലാ കാലങ്ങളിലും എല്ലാ ആളുകളെയും, പൊതുവായ രാഷ്ട്രീയ പ്രവർത്തകരെയും വർക്കിംഗ് ഗ്രൂപ്പിന് ഉപകാരപ്രദമായ ആളുകളെ മുഴുവൻ വിളിച്ചു ചേർത്ത് മുൻ പഞ്ചായത്ത് അംഗങ്ങളടക്കമുള്ള ആളുകളെ വിളിച്ചു ചേർത്തിട്ടാണ് സ്വാഭാവികമായിട്ട് വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കാറ്. പക്ഷേ വെള്ളത്തോൾ പഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ ചെയ്തിട്ടുള്ളത് തീർത്തും രാഷ്ട്രീയ പ്രേരിതമാണ്. ഇവിടെ CPMന്റെ ഒരു ലോക്കൽ കമ്മിറ്റി നടക്കുന്ന രീതിയിലാണ് ഒരു വർക്കിംഗ് ഗ്രൂപ്പ് നടക്കുന്നത്. നമ്മുടെ പഞ്ചായത്ത് അംഗങ്ങൾ കഴിഞ്ഞ തവണകളിൽ UDFന് അംഗങ്ങളില്ലായിട്ട് പോലും ഞങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വർക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം UDFന്റെ ഭരണസമിതി അംഗങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ കൊടുത്ത ലിസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാതെ അതെല്ലാം മാറ്റിവെച്ച് അവരെ വാർഡുകളിൽ നിന്ന് ചില ആളുകളെ മാത്രം ഉൾപ്പെടുത്തി മറ്റു CPMന്റെയും ഇടതുപക്ഷത്തിൻ്റെയും മറ്റു ആളുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു വർക്കിംഗ് ഗ്രൂപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വർക്കിംഗ് ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾ പ്രതിഷേധിച്ച് അതോടെ വിവരം അറിയിച്ച് അതിൽ നിന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോരാണ്. വാർഡ് മെമ്പർമാരായ PA അബ്ദുൽ കരീം, മായ ഉദയൻ, പൊതുപ്രവർത്തകരായ PC ബാബു, PM ഷംസുദ്ദീൻ, മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് TK സൈദലവി, കോൺഗ്രസ് നേതാക്കളായ OU ബഷീർ, PT തമ്പിമണി,
KA മുഹമ്മദ്, ഗോപാലകൃഷ്ണൻ, PK മൊയ്തീൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ കോർപ്പറേഷൻ്റെ LGV വാഹനത്തിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്തു. പെർമിറ്റ് പുതുക്കാത്തതിനും പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനുമാണ് കേസ്. തൃശൂർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇൻസ്പെക്ടർ PV ബിജുവിന്റെ നേതൃത്വത്തിലാണ് തൃശൂർ കോർപ്പറേഷന്റെ LGV വാഹനം പരിശോധിച്ചത്. വാഹനത്തിന് പെർമിറ്റില്ലെന്ന് പരിശോധനയിൽ ബോധ്യമായി. പുക പരിശോധനാ സർട്ടിഫിക്കറ്റുമില്ല. രേഖകളുടെ അഭാവത്തിൽ 5000 രൂപ പിഴ ചുമത്തിയതിനു പുറമെ വാഹനത്തിനും ബന്ധപ്പെട്ടവർക്കുമെതിരെ കേസുമെടുത്തിട്ടുണ്ട്. കൊക്കാലെ ജംഗ്ഷനിൽ കേടുവന്ന ഓട വൃത്തിയാക്കുന്ന സ്ഥലത്തു നിന്നാണ് ഈ വാഹനം കണ്ടെത്തിയത്. തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ PV ബിജു അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുളപ്പുള്ളി ഏരിയ 34ാം വാർഷിക സമ്മേളനം ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്നു. ഷൊർണൂർ നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുളപ്പുള്ളി ഏരിയ 34ാം വാർഷിക സമ്മേളനമാണ് വ്യാഴാഴ്ച രാവിലെ ഷൊർണൂർ ബ്ലോക്ക് പെൻഷൻ ഭവനിൽ വെച്ച് സംഘടിപ്പിച്ചത്. ഏരിയ പ്രസിഡന്റ് KK ഉണ്ണികൃഷ്ണൻ പതാക ഉയർത്തിയതോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. ഷൊർണൂർ നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏത് ഭരണ സംവിധാനമാണെങ്കിലും അതൊക്കെ തീരുമാനിക്കാനും ഒക്കെ ഭരണ സംവിധാനത്തിന് കഴിയൂ എന്നുള്ളതുകൊണ്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും അതിൻ്റെ വിജയം കാണുന്നതുമൊക്കെ നിങ്ങളെപ്പോലെയുള്ള ഈ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നല്ല കഠിനാധ്വാനവും വിശ്രമമില്ലാത്ത ജോലിയും ഉള്ളതുകൊണ്ടാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതിനുശേഷവും ഇന്ന് കാണുന്ന രീതിയിൽ ഈ ഊർജ്ജസ്വലതയുടെ ഇപ്പം ഞാനൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു 4 ഇരട്ടി സമയം ഒരു ദിവസത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഏരിയ വൈസ് പ്രസിഡന്റ് K ശങ്കരൻകുട്ടി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ഏരിയ ജോയിന്റ് സെക്രട്ടറി K സരള സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യപ്രഭാഷണവും ശ്രീദേവി ടീച്ചറുടെ പുസ്തക പ്രകാശനവും ബ്ലോക്ക് പ്രസിഡന്റ് TK ഭാസ്കരൻ മാസ്റ്റർ നിർവഹിച്ചു. PM സുരേഷ് പ്രവർത്തന റിപ്പോർട്ടും P സോമസുന്ദരൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. P ഗംഗാധരൻ സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു. ES കൃഷ്ണൻ, K പരമേശ്വരൻ മാസ്റ്റർ, TV ജയരാജൻ, P ഗോപിനാഥൻ, A ശ്രീദേവി ടീച്ചർ, E ഹരിദാസൻ, ശശിധരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. വരണാധികാരി K ശങ്കരന്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. പ്രമേയാവതരണവും ഉണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോങ്ങാട് പത്തിരിപ്പാല പൊതുമരാമത്ത് റോഡിലെ പൈപ്പിടാനായി പൊളിച്ച നടപ്പാതകൾ ഉടൻ നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. 1 വർഷത്തോളമായി നടപ്പാതകൾ തകർന്നു കിടക്കുകയാണെന്നും ആരോപണമായിരുന്നു. പത്തിരിപ്പാല കോങ്ങാട് റോഡ് 2 സൈഡിലും ജലജീവൻ മിഷന്റെ പൈപ്പെടുത്തതിനു വേണ്ടി 2 സൈഡിലും പൈപ്പിട്ടതും അതോടൊപ്പം തന്നെ റോഡിന്റെ വളരെ വീതി കുറവും അമിതമായ വാഹനങ്ങളുടെ പെരുപ്പവും വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരും നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ്. കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോകുമ്പോൾ വളരെ ഭയപ്പാടോടുകൂടിയും വിഷമത്തോടു കൂടിയുമാണ് കുട്ടികൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കോങ്ങാട് പത്തിരിപ്പാല റോഡ് വാട്ടർ അതോറിറ്റിയായിട്ട് അന്വേഷിച്ചപ്പോൾ വാട്ടർ അതോറിറ്റി തുക PWDയിൽ കെട്ടിവെച്ചിട്ടാണ് പൈപ്പ് ഇട്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം റീസ്റ്റോറേഷൻ ചെയ്ത് റോഡ് വീതി കൂട്ടി, പ്രത്യേകിച്ച് മണ്ണൂർ AEP സ്കൂളിന്റെ സമീപത്തെല്ലാം കുട്ടികൾക്ക് ഡ്രൈനേജിൽ സ്ലാബ് ഇട്ടതിന് ശേഷം ഒരു നടക്കാനുള്ള ഒരു നടപ്പാത ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ കുത്തനെയുള്ള അമിത വേഗത്തിൽ വാഹനങ്ങൾ വരുന്ന ആ പ്രദേശത്ത് ഒട്ടനവധി അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് അധികാരികളുടെ ഭാഗത്തു നിന്ന് എത്രയും വേഗം കോങ്ങാട് പത്തിരിപ്പാല റോഡ് റീസ്റ്റോറേഷൻ ചെയ്ത് റോഡ് ഉടൻ തന്നെ വീതി കൂട്ടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. 1 വർഷത്തിലേറെയായി റോഡിന്റെ ഇരുവശങ്ങളും പൈപ്പിടാനായി പൊളിച്ച് നടപ്പാതകൾ തകർന്നു കിടക്കുകയാണ്. കഴിഞ്ഞ മഴക്കാലങ്ങളിൽ നിരവധി വാഹനങ്ങളാണ് ചാലിൽപ്പെട്ട് അപകടം സംഭവിച്ചത്.
ഭാഗികമായി മണ്ണിട്ട് നികത്തിയതല്ലാതെ സഞ്ചാരയോഗ്യമാക്കിയിട്ടില്ല. കീറിയ നടപ്പാതകൾ മെറ്റലിട്ട് ടാറിംഗ് നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് അത്രേ കരാർ. എന്നാൽ ഇന്നേ വരെ നടപ്പായിട്ടില്ല. സ്കൂളുകൾക്ക് മുന്നിലും ആശുപത്രികൾക്ക് മുന്നിലും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലും ഇതേ അവസ്ഥയാണ്. വിദ്യാർത്ഥികളും വയോജനങ്ങളുമാണ് ഏറെ ദുരിതം പേറുന്നത്. ഇതുമൂലം കോങ്ങാട് പത്തിരിപ്പാല പൊതു ശ്മശാന റോഡിൽ അപകട സാധ്യതയും ഏറെയാണ്. ജൽജീവൻ മിഷന്റെ പൈപ്പിട്ടത് മൂലം റോഡിന്റെ സൈഡ് താഴ്ന്നു പോകുന്ന അവസ്ഥയാണിപ്പോൾ. നിരവധി വാഹനങ്ങൾ ഇതുമൂലം അപകടത്തിൽപ്പെടുന്നുണ്ട്. മണ്ണൂർ AEP സ്കൂളിന് മുന്നിൽ ഡ്രെയിനേജും മണ്ണും കുമിഞ്ഞുകൂടിയത് വിദ്യാർത്ഥികൾക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. നടപ്പാത തകർന്നു കിടക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് റോഡിന്റെ നടുവിലൂടെ പോകേണ്ട സ്ഥിതിയാണ്. എത്രയും വേഗം അധികാരികൾ ഇത് പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് മണ്ണൂർ പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാത്തൂർ പഞ്ചായത്തിൽ 2026-27 വർഷത്തെ പദ്ധതി ആസൂത്രണ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് V അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ആളുകളും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളിൽ വരാൻ പറ്റാത്ത ആളുകളെ മാറ്റിക്കൊണ്ട് പുതിയ രീതിയിൽ തന്നെ നിയമബന്ധിതമായി കാര്യങ്ങൾ നടത്തുന്നു. മറ്റുള്ള എല്ലാ ആളുകളെയും ഈ നാട്ടിലെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇതിന്റെ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് തിരഞ്ഞെടുപ്പുള്ള ചർച്ച നടന്നു. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി VV അനീഷ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓരോ വിഭാഗത്തിലേക്കും ചെയർമാൻ, വൈസ് ചെയർമാൻ എന്നിവരെ തിരഞ്ഞെടുക്കുകയും അവരുടെ നേതൃത്വത്തിൽ ഗ്രൂപ്പ് ചർച്ചകളും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ വയോജന പരിശോധനാ ക്യാമ്പും സഹായ ഉപകരണ വിതരണവും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഉപകരണ വിതരണം നടത്തിയത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച വയോജന പരിപാലന ക്യാമ്പിന്റെയും സഹായ ഉപകരണ വിതരണത്തിന്റെയും ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത് നിർവഹിച്ചു. നമുക്ക് ശ്രവണ സഹായി, അതുപോലെ ഗ്ലൂക്കോമീറ്റർ, അതുപോലെ വയസ്സായ ആളുകൾക്ക് ഉപയോഗിക്കാൻ അത്യാവശ്യമുള്ള സജീവ പങ്കാളിത്തം ഉണ്ടാവണം. അതിൽ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ള ഉപകരണങ്ങൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ വരണം. നമ്മൾ ഭരണസമിതി അടുത്ത പദ്ധതിയിൽ ആ ഉപകരണങ്ങൾ കൂടി വാങ്ങുന്നതിനുള്ള പദ്ധതി രൂപീകരിക്കുന്നതാണ്. ചടങ്ങിൽ ഹോമിയോ ഡോക്ടർ സായിഷ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികൾ, ICDS സൂപ്പർവൈസർ ശ്യാമിലി തുടങ്ങിയവർ സംസാരിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു സഹായ ഉപകരണങ്ങൾ വാങ്ങിയത്. വീൽ ചെയറുകൾ, വാക്കിംഗ് സ്റ്റിക്കുകൾ തുടങ്ങിയവയായിരുന്നു വിതരണം. വിതരണത്തിന് മുന്നോടിയായി വയോജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ സയൻസ് നാഷണൽ ഡോക്യുമെൻ്ററി ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. ഗാന്ധിവധവും സത്യാന്വേഷണങ്ങളും എന്ന വിഷയം കവി PN ഗോപികൃഷ്ണൻ അവതരിപ്പിച്ചു. എല്ലാ ഗവൺമെന്റ് ഓഫീസുകളിലും ഓരോ അസറ്റും നമ്പർ ഇട്ടിട്ട്, ഇപ്പോൾ 10 കസേര ഉണ്ടെങ്കിൽ 10 കസേരയിൽ 1, 2, 10 വരെ നമ്പർ ഇട്ടിട്ട് അതിൽ ഇത്ര പാകിസ്ഥാന്, ഇത്ര ഇന്ത്യക്ക് എന്ന് തീരുമാനിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരോട് ഓപ്ഷൻ ചോദിച്ചു. പാകിസ്ഥാനിൽ പോകേണ്ടവർ അത് എഴുതി കൊടുത്തു, ഇന്ത്യയിൽ നിൽക്കേണ്ടവർ അത് എഴുതി കൊടുത്തു. പാകിസ്ഥാനിലെ ലാഹോറിലും കറാച്ചിയിലും ഒക്കെ ഉള്ള ഉദ്യോഗസ്ഥർ കുറേ പേര് ഇന്ത്യ സ്വീകരിച്ചു. ഇങ്ങനെ ആകെ താറുമാറായി കിടക്കുകയാണ്. പോലീസ് സേനയൊക്കെ തകർന്ന് കിടക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ടായിട്ടില്ല. ഈ സമയത്താണ് ഗാന്ധിയുടെ കൊലപാതകം നടക്കുന്നതെന്ന് ഓർക്കണം. എങ്കിൽ പോലും ആ സമയത്ത് 2-ാം തീയതി ഇറങ്ങിയ ആ കമ്മ്യൂണിക്കെ പ്രകാരം നിരോധിക്കപ്പെട്ട സംഘടനയുടെ പേര് രാഷ്ട്രീയ സ്വയം സേവക സംഘം അഥവാ RSS എന്നാണ്. ഇന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യമായി നിരോധനം ഏർപ്പെടുത്തിയ സംഘടന RSS ആണ്. അവരാണ് ഇന്ന് ഒരർത്ഥത്തിൽ ഈ പറയുന്ന തരത്തിൽ അധികാരത്തിൽ എത്തിയിട്ടുള്ളതെന്നും കൂടി ആ വിപരിയെ നിങ്ങൾ ഓർക്കണം. സംഘാടക സമിതി ചെയർമാൻ MR മുരളി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ S കൃഷ്ണദാസ്, ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P നിർമ്മല, മീഡിയ കമ്മിറ്റി കൺവീനർ രാജീവ് വെള്ളത്ത്, N ദിനേശ് ബാബു, പ്രവീൺ എന്നിവർ സംസാരിച്ചു. ഫെബ്രുവരി 6 മുതൽ 10 വരെ ഷൊർണൂർ അനുരാഗ് സിനിമാസിലാണ് സയൻസ് ദേശീയ ഡോക്യുമെൻ്ററി ഹ്രസ്വ ചലച്ചിത്രമേള നടക്കുക. ന്യൂസ് സെൻറ്റർ, ഷൊർണൂർ. കലാമണ്ഡലം ഗീതാനന്ദൻ്റെ ഓർമ്മയ്ക്കായി നൽകുന്ന അവാർഡ് ദാനവും ഗീതാനന്ദൻ അനുസ്മരണ സമ്മേളനവും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ സംഘടിപ്പിച്ചു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞാൽ അതൊരു തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനത്തിലേക്ക്
കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളെയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോർപ്പോറിയലായിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു ബോഡി എൻ്റെ ഒരു ശരീരവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയത്തെയൊക്കെ കാണിക്കുവാൻ അദ്ദേഹത്തിന്, കാരണം ഇതൊരിക്കലും ഈ ഒരു കലാരൂപവും തുള്ളൽ എന്ന് പറഞ്ഞത് തികച്ചും ഒരു രാഷ്ട്രീയമാണെന്ന് തന്നെ പറയാം. കാരണം രാഷ്ട്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സർക്കാസം അല്ലെങ്കിൽ എപ്പോഴും അധികാരത്തിനെ വളരെ ക്രിട്ടിക്കലായിട്ട് ഹാസ്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കണ്ട ഒരു കലാരൂപമായിരുന്നു തുള്ളൽ. അത് ഒരു സർക്കാർ സ്ഥാപനത്തിനുള്ളിൽ എത്രമാത്രം പ്രാവർത്തികമാകും എന്നുള്ള വേറൊരു ചോദ്യമുണ്ട്. അതൊരു വളരെ ഒരു എന്താ പറയുക, ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ആലോചിക്കേണ്ട ഒരു ചോദ്യമാണത്. അതോടൊപ്പം തന്നെ ക്ലാസിക്കൽ പാരമ്പര്യത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ അതിന് ബദലായി വന്ന ഒരു കലാരൂപം ക്ലാസിക്കൽ എന്താ പറയുന്ന ചുറ്റുപാടുകൾക്കുള്ളിൽ തന്നെ നിലകൊള്ളുന്നു. ഇത് ചില വൈരുദ്ധ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. കേരള കലാമണ്ഡലം ഗീതാനന്ദൻ സ്മാരക ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന കലാമണ്ഡലം ഗീതാനന്ദൻ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും ബുധനാഴ്ച കൂത്തമ്പലത്തിൽ നടന്നു. കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കേശവ ഗീതാനന്ദം പുരസ്കാരം പ്രഭാകരൻ പുന്നശ്ശേരിക്ക് 12,000 രൂപയും പ്രശസ്തി പത്രവും മൊമെന്റോയും നൽകി. ഗീതാനന്ദം യുവപ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം കവിതയ്ക്ക് പ്രശസ്തി പത്രവും മൊമെന്റോയും കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. പ്രൊഫസർ NK ഗീത അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാമണ്ഡലം മോഹനകൃഷ്ണൻ, ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി, വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, കലാമണ്ഡലം ഭരണസമിതി അംഗങ്ങളായ K രവീന്ദ്രനാഥ്, ഡോക്ടർ N ഹരികുമാർ, കലാമണ്ഡലം ഹരിനാരായണൻ, കലാമണ്ഡലം സംഗീത പ്രസാദ്, പാലക്കാട് മഹേഷ് കുമാർ, കലാമണ്ഡലം ഗോപിനാഥ പ്രഭ, കലാമണ്ഡലം ശിവദാസ്, കലാമണ്ഡലം കൃഷ്ണകുമാർ, വയലാ രാജേന്ദ്രൻ, കലാമണ്ഡലം പരമേശ്വരൻ, കലാമണ്ഡലം മഹേന്ദ്രൻ, കൃഷ്ണകുമാർ, ഷാർമിള തുടങ്ങിയവർ സംസാരിച്ചു. കലാമണ്ഡലം ഗീതാനന്ദൻ മാനേജിംഗ് ട്രസ്റ്റി ശോഭ ഗീതാനന്ദൻ സ്വാഗതവും ട്രസ്റ്റ് ബോർഡ് അംഗം ശ്രീജ വിശ്വം നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുള്ളൂർക്കര ആറ്റൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആറ്റക്കോയത്തങ്ങൾ ഹൈദ്രോസി മഖാം 87ാമത് ആണ്ടുനേർച്ച ജനുവരി 30, 31, ഫെബ്രുവരി 1 എന്ന തീയതികളിലായി വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കുമെന്ന് ചെറുതുരുത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം ആറ്റൂർ മഹല്ല് പ്രസിഡന്റ് OM ഇന്ത്യൻ പതാക ഉയർത്തുന്നതോടെയാണ് നേർച്ചാഘോഷത്തിന് തുടക്കം. ജാതി മത ഭേദമന്യേ ഓരോ ദിവസവും ധാരാളം ആളുകൾ എത്തുന്ന ആറ്റൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ആറ്റക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സദറുൽ അസീസ് മഹാനവറുകളുടെ 87ാമത് ആണ്ടു നേർച്ച ഈ വരുന്ന 30, 31, ഫെബ്രുവരി 1 തീയതികളിൽ അതിവിപുലമായി നടത്തപ്പെടുകയാണ്. പ്രസ്തുത ഉറൂസിൻ്റെ ഭാഗമായി 30 വെള്ളിയാഴ്ച ജുമാ നിസ്കാരാനന്തരം മഹല്ല് പ്രസിഡന്റ് ബഹുമാന്യനായ OM ഇന്ത്യൻ മാഷ് കൊടി കയറ്റുന്നതോടുകൂടി സമാരംഭം കുറിക്കുകയാണ്. ശേഷം സയ്യിദ് ത്വാഹ തങ്ങളുടെ നേതൃത്വത്തിൽ സിയാറത്തും മഗ്‌രിബ് നിസ്കാരാനന്തരം ധാരാളം പണ്ഡിതന്മാരുടെയും സാദാത്യങ്ങളുടെയും സാന്നിധ്യത്തിൽ ചിസ്തി റാത്തീബ് മജ്‌ലിസും നടക്കുകയാണ്. 31-ാം തീയതി ശനിയാഴ്ച കാലത്ത് 9 മണിക്ക് മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഏർവാടി മൗലിദും തുടർന്ന് ഷിസ്തി റാത്തീബ്, മഖാം സിയാത്ത് എന്നിവ നടക്കും. 2ാം ദിവസമായ ശനിയാഴ്ച രാവിലെ ഏർവാടി മൗലീദ് ഇഷ്ക മജ്ലിസ് എന്നിവയും സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ആറ്റൂർ മഹല്ല് ദർസ് വിദ്യാർത്ഥികൾ നടത്തുന്ന ഖത്തമുൽ ഖുർആൻ മൗലീദ് സദസ്, മജ്ലിസുന്നർ, ദുവാ മജ്ലിസ് എന്നിവ നടക്കും. നേരത്തേക്ക് സമാപനം കുറിച്ചുകൊണ്ട് ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 12 മണി വരെ ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാന വിതരണവും നടത്തുന്നുവെന്ന് പ്രോഗ്രാം കമ്മിറ്റി ഭാരവാഹികളായ ജനറൽ കൺവീനർ ഷഹീൻ തങ്ങൾ, ആറ്റൂർ മഹല്ല് ഖത്തീബ് CK ഉമർ അൻവരി, ചെയർമാൻ A അലി, മഹല്ല് സെക്രട്ടറിമാരായ OH ആദം, KK ഹംസ, CM മൊയ്തീൻകുട്ടി എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണികുളം പുലാച്ചിത്ര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൈപ്പൂയ ആഘോഷം തുടങ്ങി. ഫെബ്രുവരി 1 വരെയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാപന തൈപ്പൂയ ചടങ്ങുകൾ.
ബുധനാഴ്ച വൈകിട്ടാണ് ക്ഷേത്രത്തിൽ തൈപ്പൂയ ആഘോഷത്തിന് കൊടിയേറിയത്. തുടർന്ന് ചുറ്റുവിളക്ക്, ദീപാരാധന എന്നിവ നടന്നു. പുലാച്ചിത്ര മാതൃസമിതിയുടെ വിളക്കുപൂജയും ഉണ്ടായിരുന്നു. തുടർന്ന് സെമി ക്ലാസിക്കൽ ചിഞ്ചില ഡാൻസ് അരങ്ങിലെത്തി. വ്യാഴാഴ്ച രാവിലെ വിശേഷ പൂജകളുണ്ടായി. തൈപ്പൂയത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ചയും വിശേഷ പൂജകളും വൈകിട്ട് കലാസാംസ്കാരിക പരിപാടികളുമുണ്ടാകും. ജനുവരി 31 ശനിയാഴ്ചയാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം. ഫെബ്രുവരി 1 ഞായറാഴ്ച തൈപ്പൂയം ആഘോഷിക്കും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇനി മാറ്റലി നോക്കാം. സിൽവർ ലൈൻ ഉപേക്ഷിച്ച തിരുവനന്തപുരം കാസർഗോഡ് വേഗ റെയിൽപാത സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. പദ്ധതി നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗം തത്വത്തിൽ അംഗീകാരവും നൽകിയിട്ടുണ്ട്. എന്നാൽ RRTC എന്ന ചുരുക്കപ്പേരിൽ പ്രഖ്യാപിച്ച റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം കേരളത്തിൽ പ്രായോഗികമല്ലെന്നാണ് മെട്രോമാൻ ഇ ശ്രീധരൻ്റെ അഭിപ്രായം. RRTS കേരളത്തിൽ പ്രായോഗികമോ? മാറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന പേരിൽ ഒരു പുതിയ റെയിൽവേ പദ്ധതിയാണ് ഇപ്പോൾ ഗവൺമെൻറ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സിൽവർ ലൈൻ്റെ കാഴ്ചപ്പാടുകളെല്ലാം ഏകദേശം മാറ്റിവെച്ച ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമാകാവുന്ന ഒരു പ്രവർത്തനമാണ് ഇതിൻ്റെ പേരിൽ നമുക്ക് കാണാൻ കഴിയുക. ഇവിടെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, മെട്രോമാൻ ശ്രീധരൻ സാറ് ഓൾറെഡി ഇത് കേരളത്തിൽ പ്രായോഗികമല്ല എന്ന തരത്തിലുള്ള പ്രസ്താവന പുറത്തിടുകയും കഴിഞ്ഞു. ആ ഒരു അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, വികസനം അത് കേരളത്തിൻ്റെ ചുറ്റുപാടുകൾക്ക് അനുസൃതമായുള്ളതാവണം. പാരിസ്ഥിതിക ചുറ്റുപാടുകളെ വ്യക്തമായി പഠിച്ചതിന് ശേഷമായിരിക്കണം ഇത്തരം വികസനങ്ങൾ നടപ്പിൽ വരുത്തുവാൻ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മൾ വിദേശത്ത് പ്രത്യേകിച്ച് മരുഭൂമിയിലെല്ലാം കാണുന്ന പോലുള്ള ഗന്ധക ഭൂമിയല്ല നമ്മുടെ ഇടം. നമ്മുടെ ഇടം തീർച്ചയായിട്ടും ഒരു കർമ്മഭൂമിയാണ്. അവിടെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ രീതിയിലുള്ള പഠനം ആവശ്യമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആശാ വർക്കർമാർക്ക് ചിറ്റൂർ നഗരസഭ പ്രതിമാസം 2000 രൂപ നൽകും. തനത് ഫണ്ടിൽ നിന്ന് വേതനം അനുവദിക്കുന്നതിനുള്ള പ്രമേയം നഗരസഭാ കൗൺസിലിൽ പാസാക്കി. കേരളത്തിൽ ആദ്യമായി ഈ തീരുമാനമെടുക്കുന്നത് ചിറ്റൂർ നഗരസഭ. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിൽ തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. ജനങ്ങളുടെ കൂടി അഭിപ്രായം അറിയുന്നതിനായി ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ച് സർവകക്ഷി യോഗം ചേരാൻ തീരുമാനിച്ചതായും ചെയർപേഴ്സൺ പി നിർമ്മല. ഷൊർണൂർ മുനിസിപ്പൽ പരിധിയിൽ പൊതുസ്ഥലത്ത് മലിനജലം ടാങ്കറിലെത്തിച്ച് ഒഴുക്കിവിട്ടവർക്കെതിരെ നടപടി. 6 ലക്ഷം രൂപ പിഴ ചുമത്തി നഗരസഭ എൻഫോഴ്സ്മെന്റ്. തുടർന്നും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ. ലക്കിടിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് റെയിൽവേ അറ്റകുറ്റപ്പണികൾക്കായി വ്യാഴാഴ്ച രാവിലെ 5:30 മുതൽ 9:30 വരെ ഗേറ്റ് അടച്ചിടുമെന്ന അറിയിപ്പ് ഉണ്ടായിട്ടും ഗേറ്റ് അടച്ചില്ല. ഗേറ്റ് അടച്ചിടുമെന്ന അറിയിപ്പിനെ തുടർന്ന് കിലോമീറ്ററോളം ചുറ്റിയാണ് വാഹനങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. വ്യാജ അറിയിപ്പുകൾ ഇത് 2ാം തവണ ജനങ്ങൾ പ്രതിഷേധത്തിൽ. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വർക്കിംഗ് ഗ്രൂപ്പ് ബഹിഷ്കരിച്ച് UDF. പഞ്ചായത്തിലെ വർക്കിംഗ് ഗ്രൂപ്പ് CPIM പാർട്ടി പരിപാടിയായി എന്നും നേതാക്കൾ. മുൻ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും അവഗണിച്ചെന്നും ആരോപണം.
പെർമിറ്റ് പുതുക്കിയില്ല. തൃശൂർ കോർപ്പറേഷന്റെ വാഹനത്തിനെതിരെ കേസെടുത്ത മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിന് പുക പരിശോധന സർട്ടിഫിക്കറ്റുമില്ല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.